ആത്മമിത്രം ആത്മമിത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ഡോക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി യിരെമ്യാവ് 28:15 വായിക്കാം. പിന്നെ ഹനന്യാ പ്രവാചകനോട്, ഹനന്യാവേ കേൾക്കാം, യഹോവ നിന്നെ അയച്ചിട്ടില്ല, നീ ഈ ജനത്തെ ബോഷ്കിൽ ആശ്രയിക്കുമാറാക്കുന്നു. യിരെമ്യാ പ്രവാചകനെ വിളിക്കുന്നത് വീപ്പിംഗ് പ്രോഫറ്റ് എന്നാണ്. യിരെമ്യാ 1-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം അവനെ വിളിക്കുന്നതും വേലയ്ക്കായി അയക്കുന്നതും നാം കാണുന്നു. 1-4-9 വരെ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. അതിന് യിരെമ്യാവ്, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ, ഞാൻ നിന്നെ അയക്കുന്ന എവിടെയും അടുക്കൽ നീ പോവുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെയുണ്ട്. യഹോവയുടെ അരുളപ്പാട്. പിന്നെ യഹോവ കൈനീട്ടി എൻ്റെ വായെ തൊട്ടു. ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിൽ തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നോക്കുക. ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അറിഞ്ഞ ദൈവം, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ വിശദീകരിച്ച ദൈവം. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കൂടെ കടന്നു പോകുന്ന ചിന്ത എന്താണ്? സഹോദരിമാരെ, എഫേസ്യർ 1-4-6 വരെ വായിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം ക്രിസ്തുയേശു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി തന്നെ മുൻ നിയമിച്ചുവല്ലോ. സഹോദരിമാരെ, നമ്മുടെ തിരഞ്ഞെടുപ്പും ദത്തെടുപ്പും മുൻ നിയമനവും ലോകസ്ഥാപനത്തിന് മുമ്പാണ്. നമുക്കതിൽ യാതൊരു പങ്കുമില്ല. ദൈവം തിരഞ്ഞെടുത്തതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടു, ദൈവം രക്ഷിച്ചതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു, നമ്മെ ദൈവം ദത്തെടുത്തതുകൊണ്ട് നാം അവൻ്റെ മക്കളായി. അവൻ നമ്മെ മുൻ നിയമിച്ചതുകൊണ്ട് മുൻ നിയമിക്കപ്പെട്ടു. എല്ലാം നല്ലതാനും ഉയർത്തുന്നു വരുന്നു. ഈ സത്യങ്ങൾ വേണ്ട വിധത്തിൽ ഗ്രഹിക്കാതെ വ്യാജവാക്കുകളിൽ ആശ്രയിക്കുന്ന അനുഭവം അന്നും ഇന്നുമുണ്ട്. ദൈവദാസന്മാർ എന്ന് പറഞ്ഞ്, പ്രവാചകന്മാർ, പ്രവാചികൾ എന്ന് പറഞ്ഞ് ഇന്നും പലരെയും വ്യാജത്തിൽ വിശ്വസിക്കുമാറാക്കുന്നു. വചനത്തിലേക്ക് മടങ്ങി വരാം. യഹോവയായ കർത്താവ് ഇസ്രായേൽ മക്കളോട് യിരെമ്യാവിനെ കൊണ്ട് പറയിച്ച വാക്കുകൾ. യിരെമ്യാവ് 7-3-8 വരെ വായിക്കുന്നത്, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുവിൻ, എന്നാൽ ഞാൻ നിങ്ങളെ ഈ സ്ഥലത്ത് വസിക്കുമാറാക്കും. യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്നിങ്ങനെയുള്ള വ്യാജവാക്കുകളിൽ ആശ്രയിക്കരുത്. നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നിങ്ങൾ വാസ്തവമായി നന്നാക്കുന്നുവെങ്കിൽ, നിങ്ങൾ തമ്മിൽ ന്യായം നടത്തുന്നുവെങ്കിൽ, പരദേശിയെയും അനാഥനെയും വിധവയെയും പീഡിപ്പിക്കാതെയും കുറ്റമില്ലാത്ത രക്തം ഈ സ്ഥലത്ത് ചിന്തിക്കാതെയും, നിങ്ങൾ ആപത്തിനായി അന്യദേവന്മാരുടെ ആരോട് ചെന്ന് ചേരാതെയും ഇരിക്കുന്നുവെങ്കിൽ, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശമായ ഈ സ്ഥലത്ത് നിങ്ങളെ എന്നും എന്നേക്കും വസിക്കുമാറാക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വ്യാജവാക്കുകളിൽ ആശ്രയിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുക എന്ന് പിന്നെയും പറഞ്ഞിട്ടും അവർ അനുസരിക്കാത്തത് കൊണ്ട് യഹോവ പറയുകയാണ്, ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. എത്രയോ ശോചനീയമായ അനുഭവമാണിത്. കരയുന്ന പ്രവാചകനായ യിരെമ്യാവ് എത്ര ഉപദേശിച്ചിട്ടും അവർ കേട്ടില്ല. ഇന്നും ദൈവം നമ്മെ നോക്കിക്കൊണ്ട് അങ്ങനെ പറയേണ്ടി വരുമോ? പ്രിയരെ, നമുക്ക് ഉണരാം, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാം, വചനത്തിലെ ആഴമായ കാര്യങ്ങൾ ഗ്രഹിക്കാം. പരിശുദ്ധാത്മാവ് നമ്മോട് വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധ വെച്ച് കേട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ ഇടവരട്ടെ. ഈ ദൈവത്തെ രുചിച്ചറിയാത്ത ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അവരും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച് ദൈവമക്കളായി തീരുവാൻ ഇടയാകട്ടെ. പാപബോധമുണ്ടായി ഞാനൊരു പാപിയാണ് എന്ന് പറഞ്ഞ് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാം. ദൈവം നിങ്ങളെ രക്ഷിക്കും. രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളവർ ഓരോ ദിവസവും തങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ആ ഉപനിധി ആ ദിവസം വരെ കാപ്പാൻ ശക്തനെ ഉറച്ചുകൊണ്ട്
ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് പോകുവാൻ ദൈവം എല്ലാവരെയും ഇടയാക്കുമാറാകട്ടെ. എല്ലാവിധത്തിലും ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.